അനൗൺസ് ചെയ്തിട്ടുള്ള 38 വർഷങ്ങൾക്ക് ശേഷം മണിരത്നവും അതുപോലെ കമലഹാസനോട് ഒന്നിക്കുന്ന സിനിമ തന്നെയാണ്. എന്തായാലും ഒരു ഇന്ത്യൻ ടൂവിനെ പോലുള്ള സിനിമയല്ല. എന്തായാലും പ്രേക്ഷകർക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന അടിപൊളി സിനിമയാണ്. എന്തായാലും കിടിലൻ പടമാണ്. ഇത് വിജയിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഇത് ട്രോളാൻ സാധ്യതയുണ്ട് ഈ സിനിമ. കാരണം പല യൂട്യൂബർമാർ ഇതിനെ ട്രോൾ ചെയ്തിനെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് ഈ സിനിമ. എന്തായാലും 38 വർഷങ്ങൾക്ക് ശേഷം കമലഹാസനും അതുപോലെ മണിരത്നം ഒന്നിക്കുന്ന സിനിമയാണ്. തീർച്ചയായിട്ടും പ്രേക്ഷകർ തിയേറ്ററിൽ തന്ന സിനിമ കാണുക. എന്തായാലും വിജയിക്കേണ്ട സിനിമ തന്നെയാണ്. കമലഹാസനെ അപേക്ഷിച്ചെന്ന് പറയുമ്പോൾ പ്രായാധിക്യത്തിൻ്റെ ഒരു പ്രശ്നങ്ങളായിട്ട് നമുക്ക് ഫീൽ ആവും. പക്ഷെ അതൊന്നുമല്ല, എൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു പഞ്ച് അത് ഒരു രക്ഷയില്ല. കമലഹാസൻ ഈ പ്രായത്തിലും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സിനിമ ഇത് ബ്ലോക്ക് ബസ്റ്റർ ഉറപ്പാണ്. ഈ സിനിമ നമുക്ക് ഈ അടുത്ത കാലത്ത് കണ്ടതിൽ നല്ലൊരു സിനിമയാണ്. എന്തായാലും നമുക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്നില്ല. കമലഹാസന്റെ പെർഫോമൻസ് എടുത്തു പറയണം. അതുപോലെ നാസർ ഉണ്ട് ഇതിനകത്ത്. ജോജു ജോർജ് ഒരു രക്ഷയില്ല. 2-3 സീനിൽ നല്ല പട്ടക്കം സാധനം ചെയ്തിട്ടുണ്ട്. എന്തായാലും കാണുക, അടിപൊളിയാണ്. ഇതിന്റെ രണ്ടാം പാർട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും പടം എങ്ങനെയുണ്ട് മോനെ? പടം സൂപ്പറാണോ? അടിപൊളിയാണോ? സൂപ്പർ പടം അല്ലേ? അതെ, ചേട്ടന്മാരെന്ന് പറഞ്ഞ പടം എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? സൂപ്പർ പടമാണ്. എന്തായാലും തിയേറ്ററിൽ ധൈര്യമായിട്ട് കാണാം. അടിപൊളി സിനിമയാണ്. കമലഹാസന്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. ഈ പ്രായത്തിലും കിടിലൻ സാധനം ചെയ്തിട്ടുണ്ട്. ക്യാമറ, മണിരത്നം. പക്ഷെ പടം ടെക്നിക്കൽ ബേസിൽ അടിപൊളി. കമലഹാസൻ നല്ലത്, ജോജു നല്ലത്. പക്ഷെ ഞാനൊരു നമ്മുടെ നായകനുമായിട്ട് കമ്പയർ ചെയ്താൽ അത്ര ഇല്ല കേട്ടോ. നായകന്റെ ഒരു ക്ലാസ് ഒന്നും വന്നിട്ടില്ല. കുഴപ്പമില്ല, എന്നാലും വൺ ടൈം വാച്ച് കുഴപ്പമില്ല, നല്ലത്. ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എല്ലാവരുടെയും ഓരോരോ ഭാഗങ്ങൾ ഭയങ്കര ഇതായിരുന്നു. ഓരോരുത്തരും ഓരോരോ ഭാഗം നല്ല ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഒന്നായിട്ട് എടുത്തു പറയാൻ അങ്ങനെ ഒരു ഇത് തോന്നുന്നില്ല. സിനിമയുടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇൻട്രൊഡക്ഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഫസ്റ്റ് കാണിച്ച സംഭവം എന്തോ അതും നല്ലായിരുന്നു. സീൻസ് എല്ലാം ഗംഭീരമായിട്ടുണ്ട്. ടെക്നിക്കലി ടു ഗുഡ്, ബ്രില്യൻ്റ് ആണ്. പിന്നെ ആക്ടിങ് പെർഫോമൻസ് ഫസ്റ്റ് ഹാഫ് ചെറിയ രീതിയിൽ ലാഗുണ്ട്. എന്നാലും അത് ആസ്വാദനത്തിനെ ബാധിക്കൊന്നുമില്ല. ഓവറോൾ ഒരു ഡീസൻറ്റ് വാച്ചാണ്. പിന്നെ എനിക്ക് തോന്നുന്ന ധ്യാൻ ശ്രീനിവാസിന്റെ തഗ്നേറ്റ് നെക്സ്റ്റ് ഈ വീക്ക് തന്നെ മീറ്റ് ചെയ്യുമ്പോൾ ആ തഗ്ഗും ഈ തഗ്ഗും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുമെന്നാണ് ബോക്സ് ഓഫീസ്. ഓവറോൾ ഒരു ഡീസൻറ്റ് വാച്ചാണ്. ചെക്കച്ചവന്തമാനം എന്ന് പറഞ്ഞ സിനിമയിൽ അതിൻ്റെ ഒരു കഥ തന്നെയാണ്. 10 വർഷം മുമ്പ് ഇറക്കേണ്ട ഒരു പടമായിരുന്നു. പക്ഷേ മേക്കിംഗ് അടിപൊളിയാണ്. STR, കമലഹാസൻ, ഐശ്വര്യലക്ഷ്മിയുടെ പെർഫോമൻസ് സൂപ്പറാണ്. കുറച്ചുകൂടെ അടിപൊളി ആവായിരുന്നു പടം. ഒരു ഇന്റർവെൽ ബ്ലോക്കിൽ വിവേകം പോലെയൊക്കെ ഫീൽ ചെയ്തു. വിവേകാദിത്യന്റെ ചെറുതായിട്ടൊരു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് ഫീൽ ചെയ്തു. പടം ആക്ച്വലി ഒരു എബവ് ആവറേജ് മൂവി. അത്രേ ഉള്ളൂ. എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ല. ഇല്ല. മനോഹരമായിരുന്നു. ഒരു നല്ല പടം, ഇരുന്ന് കാണാം. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഇട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു രോമാഞ്ച. ആള് സിംബു അടിപൊളിയായിട്ട് കസറി എന്ന് പറയും. കമലഹാസന്റെ ഒപ്പം തന്നെ നിന്ന് പുള്ളി അത് ലാസ്റ്റ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് സെറ്റ് ചെയ്ത്. കൂടുതലൊന്നും പറയാനില്ല, ഒരു നല്ല പടം എന്ന് പറഞ്ഞാൽ ഇതാണ്. തഗ് ലൈഫാണ്. മണിരത്നത്തിന്റെ എല്ലാ പരിപാടി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ടെക്നീഷ്യനായാലും എന്തായാലും AR എല്ലാം നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ട് കൂടുതലൊന്നും പറയാനില്ല അതിന്. ഓക്കെ, ഡയറക്ഷൻ നല്ലതാണ്, സ്റ്റോറി നല്ലതാണ്. മലയാളത്തിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, അവരെല്ലാം അങ്ങനെ പെർഫോം ചെയ്യുന്നില്ല. ജോജോട്ടൻ കുറച്ച് 10 വർഷം എങ്ങനെ അഭിനയിച്ചിട്ടില്ല. ഒരുപാട് മലയാളത്തിൽ ആർട്ടിസ്റ്റുണ്ട്, എല്ലാം കൊണ്ട് നല്ലൊരു മൂവിയാണ്. പിന്നെ തമിഴ് അറിയാത്തവർക്കൊരു ലാഗേ തോന്നും. തമിഴ് അറിയാത്തവർ സബ്ടൈറ്റിലൂടെ കാണും. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയാണ്. കുറെ പേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുകയായിരിക്കും, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി പടം. പതിവ് ഒരു മണിരത്നം സിനിമയുടെ ആ ഒരു പാറ്റേൺ തന്നെയായിരുന്നു. പതിവായിട്ട് മണിരത്നം അതാണ് ചെക്കച്ചിവന്തമാനം പോലെയാണ്. പക്ഷേ ഫ്രെയിമൊക്കെ അടിപൊളിയാ. പിന്നെ ബോറടിക്കൂല, പണ്ട് ഇങ്ങനെ ആയിരിക്കാം. സിംബുവിന്റെ അടിപൊളിയാ. ദൃശ്യം അഭിനയം അടിപൊളിയാണ്. എല്ലാവരുടെ അഭിനയം നന്നായിട്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയാ. മറ്റേ ഇന്ത്യൻ ടൂവിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനേക്കാൾ അടിപൊളിയാ. ഇത് കുറച്ച് നല്ല കേട്ടിരിക്കാൻ നല്ല അടിപൊളിയാണ്. നല്ല പഞ്ചുണ്ടായിരുന്നു, നല്ല ഒരു ഫീൽ ഉണ്ടായിരുന്നു. എല്ലാവിധ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മൂവിയാണോ? അധികം വയലൻസ് ഇല്ല, എന്നാലും നല്ലൊരു ആക്ഷൻ കഥയുണ്ട്. ഫാമിലിയായിട്ട് കണ്ടിരിക്കാം. നല്ല കഥയുണ്ട്, നല്ല മനസ്സിലാകത്തൊന്നുമില്ല. നല്ല കഥ, അടിപൊളി പടം. പക്ഷേ
കുഴപ്പമില്ല. അതേ ഉള്ളൂ, അല്ലാതെ ഒരു 100% കൊടുക്കാനുള്ള ഇന്റർവെൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം എന്താ ക്ലൈമാക്സ് എന്നുള്ളത്. പിന്നെ അങ്ങ് ഫുൾ ഫ്ലാറ്റ് ആണ് നമ്മൾ പ്രതീക്ഷിച്ചത്. നമുക്ക് ആ ഒരു ഗൂസ്ബംപ് മൊമെന്റ് കിട്ടുന്നില്ല. ക്ലൈമാക്സിലെങ്കിലും ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചു, പക്ഷെ അത് ഉണ്ടായില്ല, ഒന്നുമില്ല, ഫുൾ ഫ്ലാറ്റ് ആണ്. രണ്ടാമത് കൊള്ളാനില്ല. മണിരത്നം STR has done very well. നല്ല കോമ്പിനേഷനാണ്. STR and Kamal Haasan is a very good combination. They have done their best in this movie. ഉദ്ദേശിച്ചതുപോലെ എന്ന് വെച്ചാൽ ഗസ് ചെയ്യാൻ പറ്റിയില്ല. ട്രെയിലർ കണ്ടിട്ട് ഒന്നും ഗസ് ചെയ്യാൻ പറ്റിയില്ല. വെരി ഡിഫറെന്റ് ഫ്രം ദ ട്രെയിലർ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തകർത്തു. മ്യൂസിക് ആൻഡ് സ്റ്റണ്ട് ആർ ദ ബെസ്റ്റ്.